ഇന്ന് ഞങ്ങളുടെ പട്ടായയിലെ ആദ്യ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ടൈഗർ ടോപ്പിയിലാണ്. സിംഹങ്ങളെ പുലികളെയൊക്കെ കാണുന്ന സ്ഥലത്താണ്. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് നേരെ ടൈഗർ ടോപ്പിയിലേക്ക് പോവുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം സഞ്ചരിച്ചാൽ മാത്രമേ ടൈഗർ ടോപ്പിയിൽ എത്തത്തുള്ളൂ. റോഡുകളെ കുറിച്ച് പറയേണ്ടത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. വളരെ വീതി കൂടിയതും വളരെ വേഗത്തിൽ പോകാൻ പറ്റുന്ന റോഡ് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ 5 കിലോമീറ്റർ കൂടുമ്പോഴും ടോളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഞങ്ങൾ ടൈഗർ ടോപ്പിയിലെത്തി. ഇവിടെ നമുക്ക് ഒരുപാട് വിദേശികളെ കാണാൻ സാധിച്ചു. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല. നമ്മൾ പാക്കേജ് എടുക്കുന്നതിൻ്റെ ഗുണം ഇതാണ്. തീർച്ചയായും നിങ്ങൾ പാക്കേജ് എടുത്ത് തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ തായ്ലൻഡിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്തോളും. അതിനുള്ള എല്ലാ ടിപ്സുകളും ടു ഇസഡ് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ചെറിയൊരു ക്യാബിൽ കയറി ഞങ്ങൾ നേരെ സിംഹത്തിനടുത്തേക്ക് പോവുകയാണ്. അവിടെ വലിയ ക്യൂ ഒന്നുമില്ല. ഒരു 5 മിനിറ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് പുലിയുടെയും സിംഹത്തിനോടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടെയും പ്രത്യേകം പാസ് ഉണ്ട്. അതും നമുക്ക് ഗൈഡ് ഓൾറെഡി എടുത്ത് തന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഓരോരുത്തർക്കും ടൈഗറിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവർ തന്നെ നമുക്ക് വീഡിയോയും ഫോട്ടോയൊക്കെ ചിത്രീകരിച്ച് തരും. പിന്നെ ടൈഗർ അധികം വയലൻ്റ് ആവാതിരിക്കുന്ന ടിപ്സും ഇതോടൊപ്പം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ചില പ്രത്യേക സ്പോട്ടുകളിൽ മാത്രമേ ടൈഗറെ തൊടാൻ പറ്റൂ. അത് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട് ടെക്നിക്കൽ സ്റ്റാഫുകൾ. ഇതാണ് മറ്റൊരു അത്ഭുത കാഴ്ച. നമ്മളെ പട്ടികളൊക്കെ വളർത്തുന്ന പോലെ അവിടെ കൂട്ടിലിട്ടാണ് പുലികളെ വളർത്തുന്നത്. പിന്നെ ഞെട്ടിച്ചൊരു കാര്യം അവിടുത്തെ മുതലകളാണ്. കണ്ണ് തള്ളിപ്പോയി. ഇത്രയധികം മുതലകൾ മെയിനായിട്ട് അവിടെ ഉപയോഗിക്കുന്നത് ബാർബിക്ക് ചെയ്യാനും പിന്നെ അതിൻ്റെ മുട്ടയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന മുതലെന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ കാണുന്നത് പ്ലാസ്റ്റിക് മുതലയാണെങ്കിൽ തൊട്ട് താഴെ ഇരിക്കുന്നത് മുട്ടകളല്ല, ഒറിജിനലാണേ. ഇതെല്ലാം ഏകദേശം 250 തായ് ബാത്ത് കൊടുത്താലാണ് ഒരു മുട്ട കിട്ടുക. ടൈഗർ ടോപ്പിയിൽ ഒരു ക്യാൻറ്റീനുണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം 12:30 പിന്നെ വിശപ്പടിച്ചതുകൊണ്ട് നമ്മളെല്ലാം ക്യാൻറ്റീനിൽ കയറി വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്തു. ചപ്പാത്തി, റൈസ്, ചിക്കൻ കറി. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റുകളുടെ സകലമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ചിക്കൻ കറിക്ക് മാത്രമാണ്. പിന്നെ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ടൈഗറിനെയൊക്കെ നോക്കി നിൽക്കാൻ പറ്റും. ഇതിവിടുത്തെ ഒരു പാത്രം പ്രത്യേകത തന്നെയാണ്.